നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, മികച്ച നടിമാരായി ഉർവശി, ബീന ആർ ചന്ദ്രൻ. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലി ഇറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളകുന്നത്ത് ശാരദയുടെ പ്രസവിക്കാറായ പശുവിനെയാണ് പുലി കൊന്നത്. വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ആമ്പല്ലൂർ എരിപ്പോട് കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. ആളൂർ പ്രസാദവരനാഥ പള്ളിയിലെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്പിളിയം പുളിഞ്ചോട് സെന്ററിൽ പൈപ്പ് പൊട്ടി കുടിവെള്ള പാഴാകുന്നു. ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് നാട്ടുകാരുടെ പരാതി. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവർത്തനമിടമായ വർണ്ണക്കൂടാരം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി പുതുക്കാട് പോലീസ് അളഗപ്പ് നഗർ FC-യുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് മുഹമ്മദ് കുട്ടി സാഹിബിന്റെ 44ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രനും പങ്കിട്ടു. ബ്ലെസ്സിയാണ് മികച്ച സംവിധായകൻ. മികച്ച ചിത്രം കാതൽ. പൂക്കാലത്തിലെ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടി. ശീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടി. തടവ് എന്ന സിനിമയിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 9 പുരസ്കാരങ്ങളുമായി ആടുജീവിതം തിളങ്ങി. ഇതേ ചിത്രത്തിലെ പ്രകടനത്തിന് KR ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. കാതലിലെ അഭിനയത്തിന് സുധി കോഴിക്കോടിനും ഗഗനചാരി സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശം. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയത്. ആൻ ആമി മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജസ്റ്റിൻ വർഗീസാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. 2023 സംസ്ഥാന അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് 160 സിനിമകളാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിയായ ശ്രീഷ്മ ചന്ദ്രന് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം. പൊമ്പിളയൊരുമൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ശ്രീഷ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. ശ്രീഷ്മയുടെ കരിയറിലെ 3ാമത്തെ ചിത്രമാണ് വിപിൻ ആറ്റ്ലി സംവിധാനം ചെയ്ത പൊമ്പിളൈ ഒരുമൈ എന്ന ചിത്രം. പുരസ്കാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും സംവിധായകന്റെ നിർബന്ധത്തിനാണ് പുരസ്കാരത്തിന് അയച്ചതെന്നും ശ്രീഷ്മ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പുരസ്കാരം കിട്ടിയതെന്നും ഇവർ പറഞ്ഞു. ചിത്രം ഇറങ്ങിയപ്പോൾ നിരവധി പേരുടെ പ്രശംസ ലഭിച്ചിരുന്നതായും ശ്രീഷ്മ പറഞ്ഞു. ഇപ്പോൾ ചാലക്കുടിയിലാണ് താമസം. പ്രൊഫഷണൽ ഡാൻസറായ ശ്രീഷ്മ അവിട്ടപ്പള്ളിയിൽ ഒരു നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട്. അവിട്ടപ്പള്ളി മാഞ്ഞുക്കാരൻ വീട്ടിൽ ചന്ദ്രന്റെയും വനജയുടെയും മകളാണ് ശ്രീഷ്മ. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലി ഇറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളങ്ങുന്നത്ത് ശാരദയുടെ പശുവിനെയാണ് പുലി കൊന്നത്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുവിനെ കൊന്നു. പാലപ്പിള്ളി എലിക്കോട് സ്വദേശി മുളങ്ങുന്നത്ത് ശാരദയുടെ പ്രസവിക്കാറായ പശുവാണ് ചത്തത്. എലിക്കോട് ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് പുലി ഇറങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിൻ്റെ ശരീരഭാഗം ഭക്ഷിച്ച നിലയിലാണ്. പുലിയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം കുണ്ടായി കാരികുളം പ്രദേശത്ത് പുലിയിറങ്ങി 2 പശുക്കളെ കൊന്നിരുന്നു. എലിക്കോട് ആദിവാസി നഗറിലുള്ളവർ തോട്ടത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രദേശത്താണ് പുലിയിറങ്ങി പശുവിനെ കൊന്നത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലി ഇറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിലാണ്. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ് അധികൃതർ നടപടി എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ആമ്പല്ലൂർ എരിപ്പോട് കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് മോഷ്ടാവ് പണം കവർന്നു.
വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് ക്ഷേത്രം മേൽശാന്തി നട തുറക്കാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് പുറത്തെ ഭണ്ഡാരമാണ് തകർത്തത്. 25,000 രൂപയിലേറെ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 2 ആഴ്ചക്കിടെ മേഖലയിൽ രണ്ടാമത്തെ മോഷണമാണ് നടക്കുന്നത്. വെണ്ടൂർ ശ്രീ ഭുവനേശ്വരി നമ്പൂതിരിയച്ചൻ ക്ഷേത്രത്തിലായിരുന്നു ഇതിനു മുൻപ് മോഷണം നടന്നത്. കാലത്ത് വരുമ്പോൾ ഇതുപോലെ ഭണ്ഡാരം പൊളിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമുക്കതിൽ എത്ര രൂപയുണ്ടെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. സാധാരണ ഇപ്പോൾ പ്രതിഷ്ഠാദിനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ വേണമെങ്കിൽ ഒരു 25,000 രൂപയൊക്കെ ഉണ്ടാവാം. അങ്ങനെ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. ആളൂർ പ്രസാദവരനാഥ പള്ളിയിലെ വിശുദ്ധ യൂദാശ്ലീഹായുടെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം മുഖ്യ കാർമ്മികത്വം വഹിക്കും. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഇടവക സ്വരൂപിച്ച തുക ബിഷപ്പിന് കൈമാറും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേ പീടിക, ജനറൽ കൺവീനർ ഷാജു അരിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സ്പെഷ്യൽ കൺവെൻഷനും റോഡ് സുരക്ഷാ സമ്മേളനവും സംഘടിപ്പിച്ചു. റാഫ് സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിച്ചു. മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം മൂലമുള്ള ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവുകളും റോഡ് സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതും വാഹന അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി ഉദ്ഘാടകൻ പറഞ്ഞു. TIK മൊയ്തു, AS ധനഞ്ജയൻ, ഉഷ ജോയ്, TN ജയരാജ്, ശശി നെല്ലിശ്ശേരി, ഇന്ദിര ഉത്തമൻ, KV കുമാരൻ, MK സുരേഷ്, ലിജോ പോൾ, PV വിമല, കരിയന്നൂർ തവരാജ്, ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം പുളിഞ്ചോട് സെന്ററിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഇതുമൂലം ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കുഞ്ഞക്കര കടുപ്പക്കുന്ന് ഭാഗത്ത് കഴിഞ്ഞ വേനലിൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് റോഡ് വെട്ടിപ്പൊളിച്ച് പുതിയ വാൽവ് ഫിറ്റ് ചെയ്തത്. ഈ വാൽവ് പൊട്ടിയാണ് ഇവിടെ വെള്ളം പാഴാകുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം യാത്രക്കാർക്കും തൊട്ടടുത്ത കടകളിലേക്കും അഴുക്കുജലം തെറിക്കുന്നത് പതിവായിരിക്കുകയാണെന്നും പമ്പിംഗ് നിർത്തിയാൽ ഈ അഴുക്കുജലം മുഴുവനായും ഭൂമിയിലേക്ക് താഴ്ന്ന് വീണ്ടും ഈ പൈപ്പിലൂടെ കടന്ന് ശുദ്ധജലവുമായി കലർന്ന് ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാരകമായ മഞ്ഞപ്പിത്തവും മറ്റ് അസുഖങ്ങളും ഈ ഭാഗത്ത് പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പറഞ്ഞു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് KG രവീന്ദ്രനാഥ് ഒല്ലൂർ ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. കുഞ്ഞക്കര ഭാഗത്ത് കഴിഞ്ഞ വേനൽക്കാലത്ത് കുറെ വീട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ ഉത്തരവിനനുസരിച്ച് ഈ PWD റോഡ് പുളിഞ്ചോടിൽ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് വാൽവ് ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നും പൈപ്പ് പൊട്ടി വെള്ളം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വെള്ളക്കെട്ട് സ്ഥിരമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ സമരത്തിലാവുക കാരണം പെട്ടെന്ന് ആവില്ല എന്നാണ് പറയുന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി പുതുക്കാട് പോലീസ് അളഗപ്പ നഗർ FC-യുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ അളഗപ്പ നഗർ FC 2-1 വിജയിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും യുവാക്കളെ പിന്തിരിപ്പിക്കുന്നതിനും ജീവിതവും മറ്റ് ആരോഗ്യവും സംരക്ഷിക്കുന്ന ദിനചര്യകളും വിവിധ കായിക മത്സരങ്ങളുമാണ് ലഹരി ആക്കേണ്ടതെന്നും പുതുക്കാട് ഇൻസ്പെക്ടർ സജീഷ് കുമാർ പറഞ്ഞു. വിജയികൾക്കായുള്ള ട്രോഫി CI കൈമാറി. മറ്റത്തൂർ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് മുഹമ്മദ് കുട്ടി സാഹിബിന്റെ 44ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPI AITUC നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. AITUC കോടാലി യൂണിയൻ ലീഡർ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. കോടാലി ചുമട്ടുതൊഴിലാളി യൂണിയന്റെ പുരോഗമനത്തിനു വേണ്ടി മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയും മറ്റത്തൂർ പഞ്ചായത്തിലെ എല്ലാ സാമൂഹ്യ സേവന പ്രവർത്തകർക്ക് മാതൃകാപരമായ വ്യക്തിയുമായിരുന്നു മുഹമ്മദ് കുട്ടി സാഹിബ് എന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അമൽ C രാജൻ ഉപകാരങ്ങൾ കൈമാറി. CPI ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി PR കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവർത്തനമിടമായ വർണ്ണക്കൂടാരം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 30 തീമുകളായി 13 ഇടങ്ങളിലായാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത്.
കൊടകര BRCയുടെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ അനുവദിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. MLA ഫണ്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് അനുവദിച്ച 5 ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനവും KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ LSS USS ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാനാധ്യാപിക VA ശ്രീജയ, കൊടകര BPC VB സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ്, PTA പ്രസിഡന്റ് PP ആൻഡ്രു, OSA പ്രസിഡന്റ് KV പുരുഷോത്തമൻ, അധ്യാപിക AU അമ്പിളി എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുരം ഗവൺമെൻറ് UP സ്കൂൾ അതിൻ്റെ വിജയകരമായ മുന്നോട്ട് പോക്കിന് ഭൗതിക പശ്ചാത്തലം ഒരുക്കുന്ന നിരവധിയായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ 1 വർഷമായിട്ടില്ല, അതിനിടയിൽ തന്നെ നമുക്കിവിടെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മൾ വളരെയധികം നാളായി കാത്തിരുന്ന ഒരു സുദിനം ഇന്നിവിടെ ഉദ്ഘാടനപ്പെടുകയാണ്. കുട്ടികളുടെ മാനസികോല്ലാസങ്ങളെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ 13 ഇടങ്ങളിലായിട്ട് കൊതിയൂറുന്ന തരത്തിൽ ജീവനുറ്റ തരത്തിലാണ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസം പരമാവധി സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ SSK രൂപം നൽകിയ സ്റ്റാർസ് ഇന്റർനാഷണൽ പ്രീ പ്രൈമറി നന്ദിപുരം ഗവൺമെന്റ് സ്കൂളിൽ ശിശുക്കളുടെ ശാരീരിക വികാസത്തെയും മാനസികോല്ലാസത്തെയും സർവോപരി അവരുടെ സർഗവാസനകളെ കൂടുതൽ തൊട്ടുണർത്തുന്നവയുമാണ്. മുപ്ലിയം GHS സ്കൂളിലും വരന്തരപ്പള്ളി CJMH ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതു തിരഞ്ഞെടുപ്പ് രീതിയിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സ്കൂളിലെ വോട്ടിംഗ് വിശേഷങ്ങൾ അറിയാം. മുപ്ലിയം GSS സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബൂത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നിവരായി വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയും 17 ബൂത്തുകളിലേക്ക് വേണ്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കുകയും ചെയ്തു. വോട്ടെടുപ്പ് ദിവസം വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിന്റെ നേതൃത്വത്തിൽ വരിയായി നിന്ന് ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു. വോട്ട് ചെയ്യുന്നതിന് മുൻപായി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ടർമാരെ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിക്കുകയും സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി പുരട്ടുകയും ചെയ്തു. വോട്ടെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ റിസൾട്ട് എടുക്കുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. അധ്യാപകരായ അമൃത, വിജയ, റഷീദ്, ധന്യ, ജയ, റജി എന്നിവർ ഇലക്ഷനായുള്ള നേതൃത്വം വഹിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ നടന്ന ഇലക്ഷൻ കുട്ടികൾക്ക് കൗതുകവും ആവേശവും പകരുന്ന പുത്തൻ അനുഭവം ആയി മാറി. വരന്തരപ്പള്ളി CJMH ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചും UP ക്ലാസുകളിൽ പരമ്പരാഗത രീതിയിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുമാണ് ഇലക്ഷൻ നടത്തിയത്. ഇലക്ഷൻ നിരീക്ഷകരുടെ നേതൃത്വത്തിൽ വോട്ടെടുപ്പ് നടന്നു. ഓരോ ബൂത്തുകളിലേക്കും പ്രിസൈഡിംഗ് ഓഫീസർമാരെയും പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിരുന്നു. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, ബിനു ജോസഫ്, ജിജു ആന്റണി, ജ്യോതി ജോസഫ്, ഷിജു, അഖില ഡൊമിനിക് എന്നിവർ നേതൃത്വം വഹിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സമാഹരിച്ച തുക മന്ത്രി R ബിന്ദുവിന് പ്രധാന അധ്യാപകൻ T അനിൽകുമാർ കൈമാറി. PTA പ്രസിഡന്റ് AM ജോൺസൺ യോഗത്തിൽ അധ്യക്ഷനായി. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പാൾ KP ലിയോ, PTA വൈസ് പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര, മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത്, MPT അംഗങ്ങളായ ധന്യ ബിജു, അമ്പിളി ലിജോ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു എന്നിവർ പ്രസംഗിച്ചു. വയനാടിന് സഹായഹസ്തവുമായി വരന്തരപ്പള്ളി കുടുംബശ്രീ CDS അംഗങ്ങൾ സമാഹരിച്ച 2,77,000 രൂപ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരന് കൈമാറി. കുടുംബശ്രീ ചെയർപേഴ്സൺ ശാരദ കുമാരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീബ പരമേശ്വരൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ഷെജി തോമസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം അഷ്റഫ് ചാലിയത്തൊടി, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG അശോകൻ എന്നിവർ സന്നിഹിതരായി. ആദ്യമായിട്ട് നമ്മള് ഈ ചടങ്ങിന് നമ്മുടെ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കാണ് നന്ദി പറയുന്നത്. കാരണം അവർക്ക് കഴിയുന്ന സഹായം ചെയ്യാനാണ് നമ്മൾ എല്ലാ കുടുംബശ്രീ അംഗങ്ങളോട് പറഞ്ഞിരുന്നത്. പരമാവധി എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും നമുക്ക് പൈസയൊക്കെ ശേഖരിച്ച് തന്ന നമ്മുടെ CDS അംഗങ്ങൾക്കും ഈ യോഗത്തിൽ നന്ദി പറയാണ്.
വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2,70,75,000 രൂപയുടെ ചെക്കാണ്. ചെങ്ങാലൂർ GLP സ്കൂളിലെ കലോത്സവം ആരവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ MV തോമസ്, PTA പ്രസിഡന്റ് KS സജീവൻ, MPTA പ്രസിഡന്റ് ആശ, SMC കൺവീനർ ലിൻസി ജോജു എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കലാമേളയായ കേളി 2024 ടെലി സീരിയൽ താരം ഷാൻസായ് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ സമിതി സെക്രട്ടറി വിജയൻ മേപ്രത്ത്, പ്രസിഡന്റ് TC തിലകൻ, മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ K രമാദേവിയെ ചടങ്ങിൽ ആദരിച്ചു. ഞാനിത് കഴിഞ്ഞിട്ട് പല സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് പോലും അവിടെയൊന്നും അത് കാണാൻ സാധിച്ചില്ല. അത് നമ്മുടെ വിദ്യാലയത്തിന്റെ മാത്രം ഒരു പ്രത്യേകമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ K രമാദേവിയെ അനുമോദിച്ചു. ചടങ്ങ് കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ O സുമേഷ്, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി D പ്രഭാകരൻ നായർ, ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ തിലകൻ അയ്യഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. 2018 പ്രളയബാധിത പ്രദേശമായ ചാലക്കുടി നദീതട കാർഷിക മേഖലയെക്കുറിച്ചുള്ള ഗവേഷണമാണ് രമാദേവി നടത്തിയത്. കലാ സാഹിത്യ രംഗത്തെ പ്രവർത്തകയും എഴുത്തുകാരിയും കൂടിയാണ് പ്രിൻസിപ്പൽ രമാദേവി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 154ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. പരിശോധനയിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തുന്നവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, അനിൽ വടക്കിടത്ത് എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച തിരുവോണ ഊട്ടും വിശേഷാൽ പൂജകളും സമ്പൂർണ്ണ ശ്രീമദ് നാരായണീയ പാരായണവും നടത്തും. ക്ഷേത്രം മേൽശാന്തി മനോജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗോപൂജ നടത്തും. തിരുവോണ ഊട്ടും ഉണ്ടായിരിക്കും. വാസുപുരം സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സ്വർഗാരോപണത്തിന്റെ ഊട്ടുതിരുനാൾ സംയുക്തമായി ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജെയ്സൺ വടക്കുംചേരി വചന സന്ദേശം നൽകി. വികാരി ഫാദർ ബിനോയ് നെരേപ്പറമ്പിൽ സഹകാർമ്മികനായിരുന്നു. പ്രദക്ഷിണത്തിനു ശേഷം 3000 പേർക്കായി ഊട്ടുസദ്യ ഉണ്ടായിരുന്നു. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന കർഷക ദിനം 2024 ശനിയാഴ്ച നടക്കും. വെണ്ടൂർ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10-ന് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയാകും. ഇനി കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ UP വിഭാഗത്തിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായവർ ഈ മാസം 19-ന് രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിനായി ഹാജരാകണം. ഫോൺ നമ്പർ 9650350708 9747200086. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. കല്ലൂർ ഞെള്ളൂർ പാലോളി പരേതനായ കുട്ടപ്പന്റെ മകൻ ബൈജു അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രുക്മണിയാണ് മാതാവ്. സഹോദരൻ ഷൈജു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, മികച്ച നടിമാരായി ഉർവശി, ബീന R ചന്ദ്രൻ.
പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളകുന്നത്ത് ശാരദയുടെ പ്രസവിക്കാറായ പശുവിനെയാണ് പുലി കൊന്നത്. വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ആമ്പല്ലൂർ എരിപ്പോട് കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. ആളൂർ പ്രസാദവരനാഥ പള്ളിയിലെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്പിളിയം പുളിഞ്ചോട് സെന്ററിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് നാട്ടുകാരുടെ പരാതി. നന്ദിപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവർത്തനമിടമായ വർണ്ണക്കൂടാരം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി പുതുക്കാട് പോലീസ് അളഗപ്പ് നഗർ FC-യുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് മുഹമ്മദ് കുട്ടി സാഹിബിന്റെ 44ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.